ഉമ്മത്തിന്റെ നിലപാടായി സ്വീകരിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് മടങ്ങുകയും ചെയ്തു എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്ത് കാണാൻ കഴിയും. ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറിയുമായിരുന്നില്ല. ഇത് ഖുർആനിലുള്ളതാണ് എന്ന വിവരം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിട്ടില്ല. അങ്ങനെയുണ്ട് ചില സംഗതികൾ, ചില സഹാബികൾക്ക് കിട്ടാത്ത ഹദീസുകൾ, വിവരങ്ങൾ ഉണ്ട്. അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഉറുമ്പിനെ തീ കൊണ്ട് ഒരു വസ്തുവിനെ കരിക്കാൻ പാടില്ല എന്ന ഹദീസ് അറിയുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചതിന് ശേഷം ചില ആളുകൾ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴാണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ടെന്ന വിവരം അറിയുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് ഇസ്തിആദത്ത് നടത്തുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിആദത്ത് നടത്താൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥന എന്ന നിലക്കാണ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ മുസ്ഹഫ് ക്രോഡീകരിച്ചപ്പോൾ, അത് ഖുർആനിൽ വന്നത് കണ്ടപ്പോൾ ഈ വിഷയം അറിയാതിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത് തിരുത്തുകയും മാത്രമല്ല ثم لعله قد رجع عن قوله ذلك الى قول الجماعه ഇതെന്റെ വാക്കല്ല, നിങ്ങൾ ചിരിച്ചാൽ വിഷയം തീരൂല, ഇങ്ങനെ ചിരിച്ചതാണ് പല വിഷയങ്ങളിലും നിങ്ങൾക്ക് അബദ്ധം പറ്റിയത് കേട്ടോ. ഇത് വളരെ വ്യക്തമായി പറയുന്നത് എന്താണ്? ഫലഅല്ലഹു ലം യസ്മഉഹുമാ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം എന്തെടുത്തു? ഫലഅല്ലഹു ഖദ് റജഅ അൻ ഖൗലിഹി ദാലിക ഇലാ ഖൗലിൽ ജമാഅ. അവർ ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ ജമാഅത്തിന്റെ അഭിപ്രായത്തിലേക്ക് അദ്ദേഹം എന്തെടുത്തു? മടങ്ങിപ്പോയി. ആര്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരു കാര്യം ഒരാൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ വസ്തുത ഇമാം ബുഖാരി എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇമാം ബുഖാരി പറഞ്ഞിട്ടില്ല സൂറത്ത് മുഅവ്വിദത്തൈനി അത് ഖുർആനുള്ളതല്ല എന്ന് ഇമാം ബുഖാരി തന്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു. അത് ഇമാം ബുഖാരി പറഞ്ഞു. അത് എപ്പോഴുണ്ടായി? ഖുർആൻ ക്രോഡീകരിച്ച ഘട്ടത്തിലുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുക്കൽ അത് വന്നപ്പോൾ അവർക്ക് ആ വിഷയത്തിൽ എന്തുണ്ടായിരുന്നു? ആ തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. പക്ഷേ ജമാഅത്ത് അവിടുത്തെ ഭൂരിഭാഗവും ആ വിഷയം മനസ്സിലാക്കി അത് അവർ രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ആ വിഷയത്തിൽ നിന്ന് മടങ്ങിയെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞ കാലഘട്ടത്തിലെ പണ്ഡിത ലോകം രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അസ്സലാമു അലൈക്കും. ബുഖാരി ഇമാം മുഅവ്വദത്തൈനി ഖുർആനിൽപ്പെട്ടതാ അല്ല എന്ന് പറഞ്ഞു എന്ന് ഞാൻ വാദിച്ചിട്ടില്ല. പറയരുത്, ഞാൻ പറയാത്തത് പറയരുത്. 1. 2. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ആയിരുന്ന, ഏറ്റവും നന്നായിട്ട് ഖുർആൻ അറിയുന്ന, ഖുർആന്റെ ഇമാമായ അദ്ദേഹത്തിന് മുഅവ്വദത്തൈനി ഇറങ്ങിയപ്പോൾ വിവരം കിട്ടിയില്ല എന്നും കുറെ കാലം അപ്പൊ ഈ ആരെ കൂടെയാണ് ഇദ്ദേഹം നിസ്കരിച്ചത് എനിക്കറിയില്ല. ഇദ്ദേഹം അൻസാരി അല്ല, എവിടെയായിരുന്നു എന്നറിയില്ല. നബിക്ക് ഇത് ഇറങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന് വേറെ കൂടെ പറഞ്ഞയച്ചിരുന്നു എന്നറിയില്ല. ഇദ്ദേഹം കുറെ കാലം ഇത് ഓതാതെ നിസ്കരിച്ചു എന്ന് പറയുന്നു, എനിക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല എവിടെ. എന്നിട്ട് പിന്നെ ഇജ്മാഇൽ വെച്ചപ്പോൾ ആ ഖുർആൻ ക്രോഡീകരിക്കുന്നത് എന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തർത്തീബാക്കി ക്രോഡീകരിച്ചു എന്ന പദം പ്രയോഗിച്ചു. നമ്മൾ കേൾക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കാലഘട്ടത്തിലാണ് ക്രോഡീകരിക്കുന്നത്. പിന്നെ കോപ്പിയെടുക്കുന്ന ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങൾക്ക് പറ്റൂല. ഇമാം ബുഖാരി അതിന് മുമ്പേ പറഞ്ഞ ആളാണ് അല്ലേ? അപ്പൊ ഇമാം ബുഖാരി പറഞ്ഞത് പറ്റാത്തതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോ അഭിപ്രായം ഇവിടെ ഉദ്ധരിച്ചത്. അപ്പോൾ ഇമാം ബുഖാരി പറഞ്ഞത് പണ്ഡിത ലോകം വളരെ മുമ്പേ കാണുകയും അവരെ സംബന്ധിച്ചിടത്തോളം അവർ അത് മനസ്സിലാക്കുകയും അത് അവർ ഉൾക്കൊള്ളുകയും അത് അവർ മറുപടി പറയുകയും ചെയ്തു. ഇനി എന്നെ മജീദ് മാഷിന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഇസ്ലാമിക ലോകത്ത് ഓറിയന്റലിസ്റ്റുകൾ ഈ ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ക്രിസ്ത്യാനികൾ ഈ ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇസ്ലാമിക ലോകം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾ എടുത്ത് ലാപ്ടോപ്പ് വെച്ച് ഷാമിൽ വെച്ച് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ഇസ്ലാമിക ലോകത്ത് ഇതിന് റദ്ദ് പറഞ്ഞ് വളരെ വിശാലമായ മറുപടികളുടെ സമാഹാരം തന്നെ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്ന കാര്യമാണ്. ഇതൊരു പുതിയ വാദമല്ല. ഇത് ഓറിയന്റലിസ്റ്റുകൾ വളരെ മുമ്പ് പറഞ്ഞു പോയതാണ്. വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിൽ ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പറഞ്ഞുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനെ സ്ഥിരപ്പെടുത്താൻ വിശ്വാസി ലോകത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ തെളിവാണത്.
അല്ലാതെ അവർ മറച്ചു വെച്ചില്ല. നേരെ മറിച്ച് അഭിപ്രായം പറയാനുള്ളവർ മുഴുവനും അഭിപ്രായം പറയുകയും ആ അഭിപ്രായങ്ങൾ പരിഗണിക്കുകയും അതിന് കൃത്യമായ പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് വിശുദ്ധ ഖുർആൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 ചട്ടക്കുള്ളിലാക്കിയത്. ഇനി ക്രോഡീകരിച്ചു എന്നുള്ള വാക്കിൽ പിടിച്ചു തൂങ്ങണ്ട. 2 ചട്ടക്കുള്ളിലാക്കിയത്. ആ 2 ചട്ടക്കുള്ളിൽ ഖുർആൻ ഉള്ളത് മുഴുവനും ഉണ്ടാകണം, ഇല്ലാത്തത് ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് അവർക്കുണ്ടായിരുന്നു. ആ വിഷയത്തിൽ അദ്ദേഹം ഇത് ഒരു ഇസ്തിആദത്ത് എന്ന നിലയിൽ മനസ്സിലാക്കി. ഇത് അദ്ദേഹത്തിന് അറിയാത്തതല്ല. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് അദ്ദേഹത്തിന് അറിയാം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറിയാം. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ധരിച്ചു ഇത് ഇസ്തിആദത്ത് പോലെയാണ്, ഒരു പ്രാർത്ഥനയാണ് എന്ന് അദ്ദേഹം ധരിച്ചു. അദ്ദേഹത്തിന്റെ ആ ധാരണ മാറുന്നത് ഖുർആൻ ക്രോഡീകരിക്കുമ്പോഴാണ്. അതാണ് ഞാൻ വായിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മടങ്ങി. ഇത് ഏകോപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങി. ഇത് ഇബ്നു കസീർ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. 7-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതാണ്, ഇന്ന് പറഞ്ഞതല്ല. അത് നിങ്ങൾക്ക് പോരാ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഇസ്ലാമിക ലോകത്തെ മറുപടി അതാണ്. അത് നിങ്ങൾക്ക് പോരാ എന്നതാണ് ഇവിടുത്തെ വിഷയം. ബാക്കി വേറെ സംശയമൊന്നുമില്ല. ആ വിഷയത്തിൽ ഇസ്ലാമിക ലോകത്തിന് മറുപടി ഉണ്ടോ? മറുപടി ഉണ്ട്. ആ മറുപടിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, ഇബ്നു കസീർ പറഞ്ഞത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇസ്ലാമിക ലോകം മുഴുവനും പറഞ്ഞത് ഈ വിഷയത്തിൽ മുഅവ്വദത്തൈനി അത് ഖുർആനിലുള്ളതാണോ? അദ്ദേഹത്തിന് അങ്ങനെ ധാരണ പിശകുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഇരുത്തം ചെയ്തു, അതിന് തൂങ്ങേണ്ടതില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് വളരെ വ്യക്തമാണ്. നബി നമസ്കാരത്തിൽ ഓതിയിരുന്നു എന്നതുകൊണ്ടാണ് എന്തെടുത്തത്, അത് ഖുർആനിലുള്ളതാണ് എന്ന് സ്ഥിരപ്പെടുത്തപ്പെട്ടത്. കഴിഞ്ഞോ? അസ്സലാമു അലൈക്കും. ഒന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ആ ഹദീസ് ബുഖാരിയിൽ വന്നത് ഇബ്ഹാമോട് കൂടിയിട്ടാണ്, മുബ്ഹമാണെന്ന് ഞാൻ പറഞ്ഞത്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സാധനമല്ല. അതിൽ ഇബ്ഹാം ഉണ്ടെന്ന് പറയും. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നാണ് ചോദിച്ചത്. 1. 2, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ പോലെയുള്ള ഒരു സ്വഹാബി നബിന്റെ കൂടെ ഉണ്ടായിരുന്ന മക്കയിലിറങ്ങിയ മക്കിയായ ഒരു സുഹൃത്ത് എന്നാണ് ഇജ്മാ ഉണ്ടായത്, സ്വഹാബത്ത് ഇജ്മായിലെത്തി ഈ വിവരം കിട്ടി എന്ന് പറയുന്നത് എന്നാന്നും കൂടെ പറഞ്ഞു തീർക്കില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇത് ഖുർആനിലല്ല എന്ന് എത്ര കാലം വിചാരിച്ചു എന്നാണ് അദ്ദേഹത്തിന് ഖുർആനിലാന്ന് മനസ്സിലായത്, എന്നാണ് ഈ പറയുന്ന ഇജ്മാ ഉണ്ടായത് എന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി. സമയം അധികം എടുക്കുന്നില്ല. പിന്നെ ഹലക്ക അവിടെ കിടക്കണം, ഹലക്ക ദക്കറാലും ഹലക്ക അവിടെ കിടക്കണം. അതാണ് ഇപ്പൊ സമയം പോലും കഴിയുന്നില്ല, അവർക്ക് വേണ്ടാതാണ്. അതുകൊണ്ട് സമയം തന്നെ വേണ്ടാന്നാണ് ഇപ്പൊ തോന്നുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ ഇനിയിപ്പോ അറിയേണ്ടത് എത്ര കാലം അദ്ദേഹം അങ്ങനെ ധരിച്ചു എന്നാ. എന്തായാലും അങ്ങനെ ധരിച്ചിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് സ്ഥിരപ്പെട്ടല്ലോ. ഇനിയിപ്പോ എത്ര കാലം ധരിച്ചു എന്നാണ് അറിയേണ്ടത്. അതാണ് ഇവിടെ വിശദമായി പറഞ്ഞത്. വിശദമായി ഇതിന്റെ ഇടയ്ക്ക് സംസാരം നിങ്ങൾക്ക് ഓക്കെ അല്ലല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇടയ്ക്ക് സംസാരിക്കണ്ട, നിങ്ങളുടെ സമയത്ത് വേണ്ട, നിങ്ങൾക്ക് സമയം തന്നെ വേണ്ടെന്ന് പറയാ. അപ്പൊ പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞുവല്ലോ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മുസ്ഹഫിൽ ഇദ്ദേഹം എഴുതുമായിരുന്നില്ല. കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ കേട്ടിട്ടില്ല. ഫലം യസ്മഉഹുമാ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഇത് 2 നബിയിൽ നിന്നിട്ടില്ല, കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ അടുക്കൽ തവാത്തുറായി വന്നു കിട്ടിയതുമില്ല. അതിനുശേഷം അവർ സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ കേട്ടു, അവരത് രേഖപ്പെടുത്തി അത് അവര് നമസ്കാരത്തിൽ കേട്ട ആളാ, അദ്ദേഹത്തിന് അത് അവകാശമുണ്ട്. അങ്ങനെ നിരൂപണം ചെയ്യുന്നവനാണ് മുഹദ്ദിസ്. അൽബാനി അദ്ദേഹം നിരൂപണം ചെയ്ത ആളാണ്. അത് അദ്ദേഹമാണ് മുഹദ്ദിസ്, അദ്ദേഹത്തിന് നിരൂപണം ചെയ്യാം, പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ നിരൂപണം ചെയ്ത് ഒരാൾ പറയുന്ന അഭിപ്രായം, ആ അഭിപ്രായം മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ, അതങ്ങനെ തന്നെ സ്വീകരിക്കണം എന്ന നിലപാടില്ല. അത് ഇബ്നു ഹജറിനും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ദാറുഖുത്നിയുടെ അഭിപ്രായം അൽ ഫസ്ലു സാമിൻ എന്ന് പറഞ്ഞിട്ട് അതിന് വെറുതെ റദ്ദ് പറഞ്ഞു പോയതല്ല, വെറുതെ ഇമാം ബുഖാരിയോടുള്ള ബഹുമാനവും ആദരവും അതുകൊണ്ടൊരു മറുപടി. അദ്ദേഹം മോശം പറഞ്ഞാലും ഇമാം ബുഖാരി ബഹുമാനിക്കണം, അദ്ദേഹത്തിന്റെ അധ്വാനത്തെ പരിഗണിക്കണം, അങ്ങനെ ഒരു മറുപടി പറയാം എന്ന നിലക്കല്ല ഇമാം ബുഖാരി പറഞ്ഞത്, ഇബ്നു ഹജർ അസ്ഖലാനി മറുപടി പറഞ്ഞത്. നേരെ മറിച്ച് ദാറുഖുത്നി ഈ ഇമാം ബുഖാരിയുടെ ഓരോ ഹദീസുകൾ, ആ ഹദീസുകളെ വിമർശിച്ചത് ഓരോന്നോരോന്ന്. കിതാബു തഹാറത്തിൽ ദാറുഖുത്നി വിമർശിച്ചത്, കിതാബു തൗഹീദിൽ ദാറുഖുത്നി വിമർശിച്ചത്, അതുപോലെ തന്നെ ഓരോ അധ്യായത്തിൽ ദാറുഖുത്നി വിമർശിച്ചത് എടുത്തുദ്ധരിച്ചിട്ട് മറുപടി. മിൻ കിതാബി സ്വലാ,
നമസ്കാരത്തെ പറ്റി പറയുന്ന കിതാബിൽ അവിടെ ഏതെല്ലാം ഹദീസുകൾ ദാറുഖുത്നി വിമർശിച്ചു, ആ ഹദീസുകൾ മുഴുവനും എടുത്തു കൊടുത്തു. ആര്? ഇബ്നു ഹജർ അസ്കലാനി. അവർക്ക് ഒരിക്കലും ഭയമില്ല, ഒരാൾ വിമർശിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്നതല്ല ഇമാം ബുഖാരി. ഇബ്നു ഹജർ അസ്കലാനി ആ ഹദീസിൽ ഇബ്ഹാമുണ്ട്, മുബ്ഹമാണെന്ന് പറഞ്ഞു. സനദോടുകൂടി പറഞ്ഞ ഹദീസ് കഥാ വക്കഥ എന്ന പ്രയോഗം മുബ്ഹമാണ്, ഇബ്ഹാമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ഹദീസ് ബുഖാരിയുടെ ഹദീസിൽ ഇബ്ഹാമുണ്ട്, മുബ്ഹമായ ഹദീസുകൾ ഉണ്ട് എന്ന് പറയാനാണ് അത് പറഞ്ഞത്. ബുഖാരി ഒരിക്കലും ഇങ്ങനെ ഒരു അഭിപ്രായമേ പറഞ്ഞിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് ഇങ്ങനെ അഭിപ്രായം ഉണ്ടെന്നുള്ളൂ. 2 മുഅവ്വദത്തിന് എവിടെ ഇറങ്ങി ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ടാവും. ഖുർആൻ എടുത്ത് നോക്കിയാൽ അറിയാത് ഏത് സൂറത്താണ്, എവിടെയാണ് ഇറങ്ങിയത്, മദീനയിലാണ് ഇപ്പോഴേ തീർക്കാവുന്ന പ്രശ്നമുള്ളത്. അത് നോക്കിയിട്ടാട്ടെ, ഖുർആൻ എടുത്തൊന്ന് നോക്കിയിട്ട് അത് എവിടെ ഇറങ്ങി എന്നുള്ളതെന്ന് ഒന്ന് നോക്കി ആ സൂറത്ത് എവിടെ ഇറങ്ങിയെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഒന്ന് ക്ലിയർ ആക്കി തരിക. ഇബ്നു ഹജർ അൽ അസ്കലാനി പറഞ്ഞ കാര്യം ഒന്ന്, എന്തുകൊണ്ടാണ് ഇബ്നു ഹജർ അൽ അസ്കലാനി അങ്ങനെ ഈ കഥാ വക്കഥ എന്ന പ്രയോഗം ഒരു മുബ്ഹമായിട്ട് വന്നു എന്ന് പറഞ്ഞത്. അതോടുകൂടി ഫസ്റ്റ് ഞാൻ ചോദിച്ച ചോദ്യം ഖലഖ ദക്കറ വൽ ഉൻസ, അതാണ് ഞാൻ ഒന്നാമത് ഓതിയത്. അത് പറഞ്ഞിട്ടാണ് രണ്ടാമത്തതിലേക്ക് വന്നത്. ഖലഖ ദക്കറ വൽ ഉൻസയിലെ ഖലഖ എവിടെ? അതിനെന്തെങ്കിലും നമുക്ക് വിശ്വാസയോഗ്യമാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തബ്രീർ പറയണല്ലോ. ഓക്കെ, അത്ര മതി. ഖലഖ ദക്കറ ഏതും ഇബ്നു ഹജർ പറഞ്ഞതും ഖുർആനിൽ നോക്കിയിട്ട് അത് ഏത് സൂറത്ത് എന്നും. ഇപ്പോൾ ഒരു വിഷയം നിങ്ങൾ അംഗീകരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കല്ലോ, നമുക്ക് പരിശോധിക്കാമല്ലോ. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കാനാണ് പറഞ്ഞത്. സൂറത്തുൽ ഫലക്ക് പുലരി മക്കായിൽ അവതരിച്ചത് വചനങ്ങൾ 5, മദീനയിലാണെന്നും അഭിപ്രായമുണ്ട്. മനസ്സിലായോ? ഇത് മലയാളത്തിലാണ്. അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ എഴുതി വെച്ചതാണ്. ഞാൻ പറഞ്ഞ വാദം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞുതരാം. സൂറത്തുൽ ഫലക്ക് പുലരി മക്കായിൽ അവതരിച്ചത് വചനങ്ങൾ 5, മദീനയിലാണെന്നും അഭിപ്രായമുണ്ട് എന്ന്. മനസ്സിലായോ? അപ്പോൾ അമാനി മൗലവി ഒരു ബോധമില്ലാതെ നിങ്ങൾ കാണുന്ന ഖുർആൻ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിലാക്കാതെ ഇങ്ങനെ എഴുതി വെച്ചാണ് എന്ന് വിചാരിക്കരുത്. അതിന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാര് അഭിപ്രായം പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട്, എന്തിനാ നമ്മൾ വാശി വെറുതെ PhD എടുത്താൽ പോരല്ല, വായിക്കാനല്ലേ, അറബി വായിക്കണ്ടേ, അതല്ലേ പ്രശ്നം. PhD അല്ല, അത് വായിക്കണം, വായിച്ചു നോക്കണം. ഇനി കേട്ടോളൂ, സൂറത്തുൻ നാസ് മക്കായിൽ അവതരിച്ചത് കേട്ടോളൂ, വചനങ്ങൾ 6, മദീനയിലാണെന്നും അഭിപ്രായമുണ്ട്. അപ്പൊ അങ്ങനെ വെറുതെ ഒന്നും കാണാത്തവരായി മജീദ് മാഷ് ഞങ്ങളെ കാണരുത്. മനസ്സിലായില്ല? ഒന്നും കാണാത്തവരായി നിങ്ങൾ കാണുക, അതാ നിങ്ങളുടെ പ്രശ്നം. ഇതാ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ. അപ്പോ എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ വസ്വാസ് മാറിയോ എന്ന് നിങ്ങൾ വിശദീകരിച്ചാൽ മതി. അടുത്ത പ്രാവശ്യം മാറൂല, അതാ പ്രശ്നം. അത് മാറൂല, അതല്ല വിഷയോ. അപ്പോ മക്കയിൽ അവതരിച്ചതാണെന്ന് ഉറപ്പിച്ചു പറയല്ല നിങ്ങൾ. മദീനയിലാണെന്നും അഭിപ്രായമുണ്ട്. ഖുർആൻ എടുത്തു നോക്കാനാണ് നിങ്ങൾ പറഞ്ഞത്. ഖുർആനാണ് എടുത്തു നോക്കിയത്. അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ വ്യക്തമായി തന്നെ എഴുതി വെച്ചത്. ഇത് പോരാ, നിങ്ങൾക്കത് പോരെങ്കിൽ ഇനിയും വളരെ വ്യക്തമായി തന്നെ ഇനിയും തരാവുന്നതാണ്, ഇനിയും വ്യക്തമായി വിശദീകരിക്കാവുന്നതാണ്. ഇത് അമാനി മൗലവി മാത്രം പറഞ്ഞതല്ല, അമാനി മൗലവി മാത്രം അഭിപ്രായപ്പെട്ടതല്ല. നേരെ മറിച്ച് ഇതിങ്ങനെ പറയാൻ, ഇനി അഭിപ്രായം അങ്ങനെ പറയാൻ അതുകൂടെ മനസ്സിലാക്കി വെച്ചോ. അങ്ങനെ അഭിപ്രായം പറയാൻ ഒരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ചറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചതായി ഉഖബത്ത് ബിൻ ആമിർ നിവേദനം ചെയ്യുന്നൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ കാണാം, ഈ രാത്രി അവതരിപ്പിക്കപ്പെട്ട ചില ആയത്തുകൾ കണ്ടില്ലേ, അതുപോലെയുള്ളവ തീരെ കാണപ്പെട്ടിട്ടില്ല. അതായത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, സൂറത്തുൽ ഫലക്കും നാസുമാണ് എന്നിവ. കേട്ടോ? അപ്പോ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു തന്നെ നസായിയുടെ നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായും വന്നിരിക്കുന്നു, ഏതൊരാൾക്കും ചോദിക്കുവാനും രക്ഷ തേടുവാനും ഇവയെപ്പോലെ മറ്റൊന്നില്ല എന്ന്. ഈ റിപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് മദീനയിലാണെന്ന അഭിപ്രായം പണ്ഡിതലോകം പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഇത് വെറുതെ ഒരാൾ അഭിപ്രായം പറഞ്ഞതല്ല. അമാനി മൗലവി വെറുതെ മദീനയിൽ ആണെന്നും അഭിപ്രായമുണ്ടെന്ന് വെറുതെ എഴുതി വെച്ചല്ല. അങ്ങനെ പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട്. ഇനി മക്കത്ത് അവതരിച്ച തന്നെ മദീനയിലും എന്തെടുക്കാം, അവതരിക്കാം. മക്കയിൽ അവതരിച്ചു, അതവിടുന്ന് കേട്ടു. മദീനയിൽ രണ്ടാമതും ഒരു ഘട്ടത്തിൽ അതെന്തെടുക്കാം, അവതരിക്കാം. അത് മദീനയിലും അവതരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദ് ബിൻ ആസം എന്ന് പറയുന്ന ജൂതൻ സിഹിർ ചെയ്തപ്പോൾ, ആ പ്രയാസം നബിക്കുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ നിന്ന് മുക്തി നേടുവാൻ വേണ്ടിയും ഈ സൂറത്ത് അവതരിച്ചിട്ടുണ്ട്.
മനസ്സിലായോ? അത് ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല, അബദ്ധമില്ല. അബദ്ധം ഉണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾക്കൊട്ട് സാധിക്കില്ല. മനസ്സിലായില്ലേ? അത്